തിരുവനന്തപുരം വെമ്പായത്തുള്ള അമ്യൂസ്മെന്റ് പാർക്കിൽ അപകടം. റൈഡ് പൊട്ടി വീണ അപകടമുണ്ടായിരിക്കുന്നു. കുട്ടികളടക്കം 5 പേർക്ക് പരിക്കേറ്റ വിശദാംശങ്ങൾ നേരത്തെ സെയ്ഫ് പങ്കുവച്ചിരുന്നു. വിശദാംശങ്ങളുമായി സേഫ് സൈനലബ്ദീൻ ഒരിക്കൽ കൂടി ചേരുകയാണ്. സേഫ്, ഒടുവിൽ കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന വിവരങ്ങൾ എന്താണ്? പുതുതായിട്ട് കൂടുതൽ വിവരങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ നാട്ടുകാരുടെ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. ഈ ഹാപ്പി ലാൻഡിനെതിരെ നേരത്തെ പരാതികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്നായി നമുക്ക് കാണാൻ കഴിയുന്നത്. അത് നേരത്തെ ചില റൈഡുകളുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ ഉണ്ടാവുകയും റൈഡുകളിൽ ചില അപകടങ്ങൾ ഉണ്ടാവുകയും എല്ലാം ചെയ്തിട്ടുണ്ട് വിനീഷ. അതുകൊണ്ട് അത് സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നില്ലേ ഈ പാർക്ക് എന്നുള്ള ചോദ്യം കൂടി ഉയർന്നു വരികയാണ്. പോലീസ് അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആൾക്കാർ അവിടെയുണ്ട്. വിനോദസഞ്ചാരികൾ, അവിടെ വന്ന വിനോദസഞ്ചാരികൾ ഇപ്പോഴും അവിടെയുണ്ട്. അവിടുത്തെ പ്രവർത്തനങ്ങളൊന്നും തന്നെ നിർത്തിവെച്ചിട്ടില്ല. അതിപ്പോഴും പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അവിടുത്തെ മറ്റു റൈഡുകളെല്ലാം കൃത്യമായി തന്നെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അതെന്തുകൊണ്ട് ഈ അപകടമുണ്ടായിട്ട് അവിടെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം ഔദ്യോഗികമായിട്ട് നൽകുന്നില്ല എന്നുള്ള ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട് ഈ ഘട്ടത്തിൽ. എന്തായാലും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് അവിടെ 30ഓളം പേർ ഇതിനകത്ത് ജയന്റ് വീലിൽ ഉണ്ടായിരുന്നു. അത് കുടുംബമായിട്ടാണല്ലോ അവർ വരുന്നത്. ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് അവിടത്തേക്ക് എത്തിച്ചേർന്നിരുന്നു, ഹാപ്പി ലാൻഡിലേക്ക് എത്തിച്ചേർന്നിരുന്നു. ഈ ഒരു കുടുംബത്തിൽപ്പെടുന്ന ഇത്രയും പേരാണോ ആ റൈഡിൽ ഉണ്ടായിരുന്നത്? അതിനകത്തുള്ള 5 പേർക്കാണോ ഈ തലയ്ക്ക് പരിക്ക് പറ്റിയത്? തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി നമുക്ക് കിട്ടേണ്ടതുണ്ട്. എന്നാലും പോലീസ് അവിടെ എത്തിയിട്ടുണ്ട്. പോലീസ് അതിനകത്ത് പരിശോധന നടത്തി വരികയാണ്. പക്ഷെ ഓരോ റൈഡും പ്രവർത്തിക്കുന്നതിന് മുമ്പ്, അത് ഏത് പാർക്കിലായാലും ഓരോ റൈഡും പ്രവർത്തിക്കുന്നതിന് മുമ്പ് കൃത്യമായ പരിശോധന നടത്താറുണ്ട്. അത് സുരക്ഷിതമാണോ എന്ന തരത്തിലുള്ള പരിശോധന നടത്താറുണ്ട്. ഇവിടെ ആ പരിശോധന നടക്കുന്നുണ്ടായിരുന്നില്ലേ എന്നുള്ള പ്രശ്നം നിലനിൽക്കുകയാണ്. നമുക്കറിയാം, അമ്യൂസ്മെന്റ് പാർക്കിൽ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അതിഗുരുതരമായ അപകടമായി മാറിപ്പോവും. അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള റൈഡുകൾ അമ്യൂസ്മെന്റ് പാർക്കുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതൊരു ജയന്റ് വീൽ, റൗണ്ടായിട്ട് കറങ്ങുന്ന ജയന്റ് വീൽ പൊട്ടി വീഴുകയായിരുന്നു. പൊട്ടി നേരെ മേളിൽ നിന്ന് താഴോട്ട് പതിക്കുകയായിരുന്നു. അപ്പോൾ അറിയാം, നമുക്ക് അതിന്റെ ഒരു അപകടത്തിന്റെ ഒരു തീവ്രത നമുക്ക് മനസ്സിലാവും. പക്ഷേ അതിനകത്ത് എത്ര പേർക്ക് ഗുരുതരമായി പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിന്റെ വിശദാംശം കൂടി നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. ഉണ്ടായിരുന്ന ആൾക്കാരെ 2 ആംബുലൻസിലായിട്ട് കന്യാകുളങ്ങര ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ആംബുലൻസ് ഉണ്ടായിരുന്നില്ല. പുറത്തുനിന്ന് പിന്നെ ആംബുലൻസ് വിളിച്ച് 2 ആംബുലൻസിലായിട്ട് ആൾക്കാരെ കൊണ്ടുപോയിട്ടുണ്ട്. കൊണ്ടുപോയപ്പോഴാണ് 5 പേർക്ക് തലയ്ക്ക് പരിക്ക് പറ്റിയതായിട്ട് അവിടെയുള്ള ഡോക്ടർമാർക്ക് മനസ്സിലായത്. അവിടെ ഒരു സാധാരണ ആശുപത്രി ആയതുകൊണ്ട് തന്നെ കൂടുതൽ ചികിത്സ നൽകാൻ അവിടെ കഴിയില്ല. അതിന് സ്കാൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണ് അവർ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത് അവരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അവരെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയും ചെയ്യും. എന്നാൽ മാത്രമേ അതിന് കൂടുതൽ വിശദാംശങ്ങൾ, ഗുരുതരമായ പരിക്കാണോ തുടങ്ങിയ കാര്യങ്ങളിലുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. എന്തായാലും വെമ്പായത്തുള്ള ഇതിനകത്ത് അപകടം നടന്നത് സുരക്ഷാ വീഴ്ചയുടെ ഭാഗമായിട്ടാണ് എന്ന പ്രാഥമിക വിലയിരുത്തൽ നമുക്ക് നടത്താം. കാരണം റൈഡുകൾ അത് ഓരോ തവണ അത് വർക്ക് ചെയ്യുമ്പോഴും സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ, അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് അതുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് അത് പരിശോധിച്ച് സുരക്ഷാ വിലയിരുത്തലുകൾ നടത്തേണ്ടത്. അങ്ങനെ സുരക്ഷാ വിലയിരുത്തൽ നടത്തിയിരുന്നെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ അതിന്റെ റൈഡിന്റെ വെൽഡിംഗ് പൊട്ടി എന്ന് പറയുമ്പോൾ ആ വെൽഡിങ്ങിനകത്ത് പ്രശ്നമുണ്ടെന്ന് പരിശോധിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഒരു പരിശോധന ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അത് ഇപ്പോ കേരളത്തിലുടനീളം ഉള്ള റൈഡുകൾ, അമ്യൂസ്മെന്റ് പാർക്കുകളിൽ സഞ്ചരിക്കുന്ന ലക്ഷക്കണക്കിന് മലയാളികളുണ്ട്. ഒരു അവധി ദിവസമായതുകൊണ്ട് സഞ്ചരിക്കുന്ന മലയാളികളുണ്ട്. അവർക്ക് മുന്നിൽ ആശങ്കയായിട്ടാണ് ഈ വരുന്നത്. കാരണം ഈ റൈഡുകൾ ഇങ്ങനെയുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലേ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ അവർ മുന്നിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഇത് ഹാപ്പി ലാൻഡിനെതിരെ ആദ്യമായിട്ടുള്ള പരാതി എന്നാണ് ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത്, നാട്ടുകാർ അടക്കമുള്ളവർ പറയുന്നത്. നേരത്തെയും ചില പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഒരു സുരക്ഷാ വീഴ്ച വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിനകത്ത് അവിടെ ഇപ്പോഴും മറ്റു റൈഡുകൾ, അവിടെയുള്ള മറ്റു റൈഡുകൾ ഇപ്പോഴും പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. പോലീസ് അവിടെ എത്തിയിട്ട് അതിന്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ഇനി പോലീസ് കൂടുതൽ ഇടപെടൽ അതിനകത്ത് വരും സമയങ്ങൾ നടത്തുമോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത നമുക്ക് വരും സമയങ്ങളിൽ ഉണ്ടാകും. എന്തായാലും അതിഗുരുതരമായ അപകടം ആൾക്കാർക്കുണ്ട് എന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നില്ല. ഈ തലയ്ക്ക് പരിക്കേറ്റ് 5 പേർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അവരുടെ പരിശോധന കഴിഞ്ഞാൽ മാത്രമേ അത് പരിക്ക് ഗുരുതരമാണോ അല്ലേ എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ. ബാക്കിയുള്ളവർ കന്യാകുളങ്ങര ആശുപത്രിയിലാണ് ഉള്ളത്. അവരുടെ ആരോഗ്യനില സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ വരും സമയങ്ങളിൽ ലഭിക്കും. എന്തായാലും അപകടമുണ്ടായി ഏതാണ്ട് ഒരു 3/4 മണിക്കൂർ ഓട് അടുപ്പിക്കുകയാണ്. അത് അത്രയും ഗുരുതരമാണോ പരിക്കുകൾ എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടിയിരിക്കുന്നത്. ജീവന് ഭീഷണിയുള്ള തരത്തിലാണോ അപകടം ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടി
ഇരിക്കുന്നത്. എന്തായാലും നല്ല തിരക്ക് അവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ ഇന്നും അവധി ദിവസമായിരുന്നു. ഇന്ന് ബലിപെരുന്നാളാണ്. അതിന്റെ ഒരു തിരക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. കുടുംബമായിട്ടാണ് കൂടുതൽ ആൾക്കാർ വന്നിരിക്കുന്നത്. സുഹൃത്തുക്കളുമായിട്ട് വന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെ ഒരുപാട് പേർ സഞ്ചരിച്ചിരുന്ന ഒരുപാട് പേർ ഉണ്ടായിരുന്ന ഒരു റൈഡിനകത്താണ് ഇപ്പോൾ അപകടം ഉണ്ടായിരിക്കുന്നത്. ആ അപകടം അത് എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ളത് വരും സമയങ്ങളിൽ നമുക്ക് നോക്കി അറിയാം. വിനിഷ, അത് അല്പസമയത്തിനകം തന്നെ കൂടുതൽ വിശദാംശങ്ങൾ കൂടി പുറത്തുവരാം.